Good morning, students. Good morning. Good morning. Good morning, teacher. Abhisha video. എല്ലാരും മൈക്ക് മ്യൂട്ട് ആക്കുക കേട്ടാ. Good morning once again. Good morning, miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Good morning, miss. മൈക്ക് മ്യൂട്ട് ആക്കുക കേട്ടാ. മൈക്ക് മ്യൂട്ട് ആക്കുക എല്ലാരും. ജോയിൻ ആയ എല്ലാരും ജോയിൻ ആയ? Good morning, everybody. Good morning, miss. Good morning, miss. Good morning, miss. Good morning, ma'am. Okay. Good morning. സ്റ്റാർട്ട് ചെയ്യാമോ നമുക്ക്? Yes, ma'am. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ് സെന്റൻസ് അല്ലേ? Yes, ma'am. സെന്റൻസ് എന്താ നമ്മൾ പഠിച്ചേ? സെന്റൻസ് which is a set of words which is complete in itself അല്ലെ? ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന പദസമൂഹത്തെയാണ് നമ്മൾ എന്ത് പറയാ? വാചകം എന്ന് പറയാ അല്ലെ? സെന്റൻസ് ക്യാൻ ബി ഡിവൈഡ് ടു 2 പാർട്സ്. ചെയ്തു നോക്കിയാ മിസ് നോട്ട്സ് കിട്ടിയാ? ടോപ്പില് നോട്ട്സ് കിട്ടിയാ? Yes, ma'am. ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ? മോക്ക് 5 ക്വസ്റ്റ്യൻസ് Yes, ma'am. ചെയ്ത് നോക്കിയാ അല്ലെ? ഓക്കെ. സെന്റൻസ് 2 അല്ലെ? രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യാം. സെന്റൻസ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അല്ലെ? 4 ആയിട്ട് സെന്റൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? അസർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഓക്കെ. പിന്നെന്താ പഠിച്ച? ക്ലോസ് സ്ട്രക്ചർ അല്ലെ? ക്ലോസ് സ്ട്രക്ചർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്,
കോംപ്ലക്സ് കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലേ. ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്ന ലെസൺ 2. ഓക്കെ, ചാപ്റ്റർ 2 പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അത് നോക്കാം നമുക്ക്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് എന്താ നോക്കാം. ഓക്കെ, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നോക്കാം. There are 8 word classes or parts of speech in English. 8 തരം വേർഡ്സ് ഉണ്ട്. ഓക്കെ, ക്ലാസ് ഓഫ് വേർഡ്സ്. There are 8 words of classes. There are 8 words of classes or parts of speech. അല്ലെങ്കിൽ എന്ത് പറയും? പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, there are 8 word classes or പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും നമ്മൾ അതിനെ. 8 തരം പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. There are 8. ഓക്കെ, 8 word classes or parts of speech in English. ഒന്നാമത്തെ എന്താ നോക്കാം? നൗൺ. ഓക്കെ, ഫസ്റ്റ് വൺ നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? A noun is a word used as the name of a person, place or thing. Okay, noun എന്താണ്? noun ഒരു വേർഡ് അല്ലെ. A noun is a word used as the name of a person. ഒരു പേഴ്സൺ അല്ലെ. A person, place സ്ഥലം, സാധനം. ഓക്കെ, thing. ഇതിനാണ് എന്ത് പറയണേ? noun എന്ന് പറയണേ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. noun എന്ന് പറഞ്ഞ നാമം അല്ലെ. അതിന് എക്സാമ്പിൾ എന്താ? അക്ബർ was a great king. Okay, Akbar was a great king. Okay, ഇതിനകത്ത് noun ഏതാ? പറയൂ noun. Tell me. Noun. അക്ബർ. എന്താ പഠിച്ചത്? നമ്മൾ ഇപ്പൊ പഠിച്ചോളൂ അല്ലെ. ഇപ്പൊ പഠിച്ചോളൂ. എന്താ noun എന്ന് പറഞ്ഞാൽ? noun. A noun is a word used as the name of a person, place, thing. Very good. Noun എന്ന് പറഞ്ഞാൽ എന്താ? Noun is a word used as a name, name, place, thing. Noun is a word used as noun. നാമം എന്തിനൊക്കെ യൂസ്? നെയ്യും പ്ലേസ് അല്ലെ. നെയ്യും പ്ലേസ് തിങ് അല്ലെ. നെയിം പ്ലേസ് തിങ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. എന്തൊക്കെയാ വരിക? അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. അപ്പൊ ഇതിൽ ഏതാ നൗൺ വരിക? ഒന്നുകൂടി പറയൂ. പേര് അല്ലെ. Akbar. ഓക്കെ, സ്ഥലത്തിന്റെ പേരുകൾ അത് നൗൺ. തിങ്സ് സാധനങ്ങൾ. ഓക്കെ, അതൊക്കെ നൗൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? പ്രോനൗൺ. ഓക്കെ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ചാപ്റ്റർ എത്രാമത്തെ? ചാപ്റ്റർ ലെസൺ 2. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്റർ എന്താ നമ്മൾ പഠിച്ചേ? സെന്റൻസസ്. കഴിഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഉണ്ടായിരുന്നില്ല. പനിയായിരുന്നു, കേറാൻ പറ്റിയില്ല. കേറിയില്ല. ഓക്കെ, നോട്ട്സ് കിട്ടിയില്ലേ? ഷൈനി, നോട്ട്സ് കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല മിസ്. നോട്ട്സ് ഉണ്ട് കേട്ടോ, ചോദിക്കും മേടിക്കുക കേട്ടോ. കഴിഞ്ഞ ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്, മറ്റേ PDF ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാ ചാപ്റ്റർ എന്ന് അറിയുന്നില്ല, അതാ ചോദിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത വരിക പ്രോനൗൺ. ഒന്നാമത്തെ നൗൺ. പ്രോനൗൺ എന്താ നോക്കാം. A pronoun is a word used instead of Excuse me, ma'am. Yeah. Ma'am, notes PDF അയച്ചേക്കണതല്ലേ? ഡോക്ക് ഡോക്കിലെ അയച്ചു. അതായത് നമ്മളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടണ സാധനം തന്നെയല്ലേ? നമുക്കിപ്പോ മിസ് പറഞ്ഞില്ലേ, അത് നോട്ട്സ് ആക്കിയിട്ട് ഡോക്കിൽ അയച്ചു തരും. മാമിന്റെ ഫസ്റ്റ് ക്ലാസ് സെന്റൻസസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസിന്റെയും നോട്ട്സ് വന്നിട്ടുണ്ട്, ക്ലാസ് റൂമിലുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിൽ. അത് നോട്ട്സ് ആയിട്ട് അയച്ചു. ടെക്നിക്കലി നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ചാപ്റ്റർ ഒന്ന് പറയാം മിസ്. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. രണ്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്യാം കേട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്യാം. ഒരാൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടില്ല. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നൗൺ. പ്രോനൗൺ എന്താ പറയാ? സർവനാമം.
pronoun. A pronoun is a word used instead of a noun. Pronoun is a word. Like the word used instead of a noun. Noun പകരം യൂസ് ചെയ്യണം അല്ലെ. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെ നമ്മൾ എന്താ പറയാ? pronoun. ഓക്കെ, എക്സാമ്പിൾ മിസ് പറയാം. ശ്രീജിത്ത് ഈസ് ആബ്സെന്റ്. ശ്രീജിത്ത്. ഓക്കെ, ശ്രീജിത്ത് ഈസ് ആബ്സെന്റ്. ശ്രീജിത്ത് ഈസ് ആബ്സെന്റ് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഹി ഈസ് ഇൽ. ഓക്കെ, ഇതിനകത്ത് എവിടെ പ്രോനൗൺ വരിക? നമ്മൾ പറഞ്ഞു ഹി അല്ലെ. വെരി ഗുഡ്, വെരി ഹി അല്ലെ. എന്താ പറഞ്ഞേ? നൗൺ അല്ലെ. നൗണിന് പകരം യൂസ് ചെയ്യണതിന് എന്താ പറയാ? പ്രോനൗൺ. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ വരിക? വെർബ്. ഓക്കെ, മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് വെർബ്, ക്രിയ. ഓക്കെ, എ വെർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ്. വെർബ് എന്ന് എന്താ? വെർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action or a state. ഒരു സ്ഥിതി അല്ലെ, ഒരു പ്രവൃത്തിയെ കാണിക്കണമെന്ന് എന്താ പറയാ? വെർബ് അല്ലെ. A verb is a word used to show, express an action or a state. ഒരു പ്രവൃത്തിയെ കാണിക്കണമെന്ന് എന്താ പറയാ? ക്രിയ അല്ലെ, വെർബ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താ? The girl wrote a letter. The girl wrote a letter to her cousin. ഇതിനകത്ത് വെർബ് എവിടെ വരിക? വെർബ് പറയൂ. അപ്പൊ മൂന്നാമത്തെ നമ്മൾ പഠിച്ച മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാ? റോട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വരുന്ന എന്താ? നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് അഡ്ജക്റ്റീവ്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താ? വിശേഷണം അല്ലെ. അഡ്ജക്റ്റീവ് എന്താ? വിശേഷണം. An adjective is a word used to add something to the meaning of a noun. അല്ല, adjective എന്താ? A word. adjective എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക് എന്തിനുള്ളതാണ്? To add something to the meaning of a noun. അല്ലെ, നാമം. നൗണിന്റെ കൂടെ ആഡ്, എന്തെങ്കിലും ആഡ് ചെയ്യാൻ. To add something, അതിനെയാണ് നമ്മൾ എന്താ പറയാ? adjective എന്ന് പറയുന്നത്. വിശേഷണം അല്ലെ. നമുക്ക് നോക്കാം എന്താണ്. He is a brave boy. ഇതിനകത്ത് adjective വിശേഷണം എവിടെയാ? വെരി ഗുഡ്. ഓക്കെ, വിശേഷണം അല്ലെ, ബ്രേവ്. മേഡം അതൊന്നുകൂടി പറയാമോ? പറയാം. അഡ്ജക്റ്റീവ് നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താ? അഡ്ജക്റ്റീവ്. ഓക്കെ, നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് അഡ്ജക്റ്റീവ്, വിശേഷണം. ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? The word used to add something to the noun. നൗണിന് കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണ വാക്കിനെയാണ് എന്ത് പറയാ? അഡ്ജക്റ്റീവ്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. He is a brave boy. ഓക്കെ, ഇതിനകത്ത് ബ്രേവ് വിശേഷണോടെ നമ്മൾ വിശേഷിപ്പിക്കണു അല്ലെ. അതൊരു ബ്രേവ് ബോയ്, നല്ല ധൈര്യമുള്ള ആൺകുട്ടിയാണ്. വിശേഷണം. മിസ് എന്താ പറഞ്ഞേ? അഡ്ജക്റ്റീവിന് വിശേഷണം. ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ. അവളൊരു മിടുക്കിയായ പെൺകുട്ടിയാണ്. വിശേഷണോടെ സ്മാർട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതാണ് ഇപ്പൊ വിശേഷണം, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി അഞ്ചാമത്തെ എന്താ? ആഡ്വർബ്. ഓക്കെ, അഞ്ചാമത്തെ ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? An adverb is a word used to add something to the meaning of a verb. An adjective or another adverb. ഒരു verb, an adverb is a word used to add something. എന്തെങ്കിലും ക്രിയയുടെ കൂടെ. ഓക്കെ, the word used to add
something with a verb is known as adverb. For example, he worked. Example, he worked. Okay, he worked the sum. He worked the sum quickly. Okay, he worked the sum quickly. ആ ക്രിയയുടെ വർക്ക്ഡ് അല്ലെ, വർക്ക്ഡ് ക്വിക്ലി. നമ്മൾ എന്താ പറഞ്ഞേ, ക്രിയയുടെ കുറച്ചുകൂടി ചെയ്യണം. അപ്പൊ ഏതാ ആഡ്വർബ്? ക്വിക്ലി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം മിസ്. ആഡ്വർബ് അഞ്ചാമത്തെ ആഡ്വർബ്. ആഡ്വർബ് എന്താ? The word used to add something to the meaning of a verb. അതിനാണ് എന്താ പറയണേ? An adjective or another adverb. He worked the sum quickly. He worked. He worked എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെ. ക്രിയയുടെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന പറഞ്ഞതിനാണ് നമ്മൾ എന്ത് പറയാ? ആഡ്വർബ്. He worked the sum quickly. വർക്ക്ഡ് ആണ് ക്രിയ, അതിന്റെ കൂടെ പിന്നെ എന്താ? വേഗം വർക്ക് ചെയ്തു അല്ലെ. He worked quickly. വേഗം വർക്ക് ചെയ്തു. അപ്പൊ ഏതാ? ക്വിക്ലി ആഡ്വർബ്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ആറാമത്തെ? എന്താ? പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാ a preposition is a word used with a noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. Preposition എന്താ? Preposition എന്ന് പറഞ്ഞാൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. There is a cow. There is a cow in the garden. There is a cow in the garden. Preposition ഏതാ? In. Okay, in, on, off, അതെല്ലാം എന്താ? Preposition. Okay, മിസ് പറയാം. Preposition എന്ന് പറഞ്ഞാൽ a word used with a noun. A word used. Preposition is a word used with a noun or a pronoun. Noun or a pronoun. To show how the person or thing denoted by the noun in relation to something else. Okay, the example is there is a cow. There is a cow in the garden. There is a cow in the garden. Okay, there is a cow in the. Appo eda variya preposition in. Okay, in is the preposition. Okay, next വരുന്നതാണ് ഏഴാമത്തെ conjunction. preposition ഒന്നും കൂടി ഒന്ന് പറയാമോ? ഓക്കെ പറയാം. പ്രീപോസിഷൻ ഒന്നും കൂടി പറയോ? എന്താണ്? പ്രീപോസിഷൻ ഒന്നും കൂടി ഒന്നുകൂടി പറയാം. Preposition. Okay, what do you mean by preposition? Preposition എന്ന് പറഞ്ഞാൽ a preposition is a word used with a noun. നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ കൂടെ. A preposition is a word used with a noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. Okay, noun-ഇന്റെയോ pronoun-ഇന്റെയോ ഓക്കെ നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ കൂടെ യൂസ് ചെയ്യണേ ഞാൻ എന്ത് പറയാം? പ്രിപ്പോസിഷൻ. മറ്റൊരു പ്രൊനൗണിന്റെ കൂടെ യൂസ് ചെയ്യണം. അതായത് ഇൻ, ഓൺ, ഓഫ്, അതൊക്കെ എന്താ? പ്രിപ്പോസിഷൻ. ഓക്കെ, there is a cow in the garden. Prepositions are there is a cow. There is a cow in the garden. ഏതാ പറയാ? Preposition in. Okay, next വരുന്നതാണ് ഏഴാമത്തെ conjunction. Okay, conjunction എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത പാർട്ട്, ഏഴാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. A conjunction is a word used to join words or sentences. A conjunction is a word used to join words or sentences. രണ്ട് വാക്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ യൂസ് ചെയ്യാൻ എന്താ പറയാ? Conjunction. The word used to join with two sentences are known as
conjunction. The word used to join two sentences. രണ്ട് വാക്യങ്ങൾ. Okay. Two sentences are known as conjunction. Example ഏതൊക്കെയാ വരിക? But. Okay. But and. ഒരു മിനിറ്റ്. But. Okay. And. Okay. Because. Okay. ഇതൊക്കെ എന്താ? കൺജങ്ഷൻ. ഓക്കെ. രണ്ട് വാക്യങ്ങൾ തമ്മിൽ യോജിക്കാൻ യൂസ് ചെയ്യുന്ന എന്താ പറയാ? കൺജങ്ഷൻസ്. ഓക്കെ. എക്സാമ്പിൾ നോക്കാം. രാമ. ഓക്കെ. രാമ ആൻഡ് ഹരി. രാമ ആൻഡ് ഹരി ആർ കസിൻസ്. രാമ ആൻഡ് ഹരി ആർ കസിൻസ്. അപ്പൊ ഇത് ഏതാണ് കൺജങ്ഷൻ? ആൻഡ് അല്ലെ? ഓക്കെ. രാമ ആൻഡ് ഹരി ആർ കസിൻസ്. ഓക്കെ. ഇനി എട്ടാമത്തെ ഏതാ വരിക? എട്ടാമത്തേന് ഇന്റർജെക്ഷൻ. ഓക്കെ. ഇന്റർജെക്ഷൻ എന്താ നോക്കാം നമുക്ക്. ഇന്റർജെക്ഷൻ. An interjection is a word which expresses some sudden feeling. Okay. Interjection എന്താ? A word which expresses a sudden feeling. പെട്ടെന്നുള്ള ഇമോഷൻസ് കാണിക്കണേന് എന്താ പറയാ? ഫീലിങ്സിനാണ് എന്താ പറയാ? ഇന്റർജെക്ഷൻ. ഓക്കെ. ഒന്നാമത്തെ ഹെവൻസ്. ദൈവമേ. ഓക്കെ. ഹെവൻസ്. വാവ്. ആ നല്ല പൂന്തോട്ടം അല്ലെ? നല്ല പൂന്തോട്ടം. ഓക്കെ. അതിന് വാവ് എന്ന് പറയും നമ്മള്. അതിനൊക്കെ എന്താ പറയാ? ഇന്റർജെക്ഷൻ. ഓക്കെ. പിന്നെ ഡിയർ മീ. ഓക്കെ. ഡിയർ മീ. അതിനൊക്കെ എന്താ പറയാ? ഇതിനൊക്കെ നമുക്ക് എന്ന് പറയാം സഡൻ ഫീലിംഗ് കാണിക്കണേ നമ്മൾ പറയാ ഇന്റർജെക്ഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഏതൊക്കെ പഠിച്ചു നമ്മള്? പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം അല്ലെ? ഇന്റർജെക്ഷൻ കൂടി പറയൂ. ഇന്റർജെക്ഷൻ അല്ലെ? ലാസ്റ്റ് ആണോ? ഇന്റർജെക്ഷൻ ആണോ? Interjection. What do you mean by interjection? Interjection എന്ന് പറഞ്ഞാൽ it is a word. Interjection is a word used to express sudden feeling. Okay. Interjection എന്താണ്? It is a word used to express sudden feeling. നമ്മുടെ പെട്ടെന്നുള്ള ഇമോഷൻസ് അല്ലെ? അത് കാണിക്കാൻ യൂസ് ചെയ്യണേ നമ്മൾ എന്താ പറയാ? ഇന്റർജെക്ഷൻ. ഫോർ എക്സാമ്പിൾ ഹെവൻസ്. അയ്യോ ദൈവമേ. ഓക്കെ. ദൈവമേ എന്ന് പറയും. ഒരു എക്സ്പ്ലനേഷൻ അത്. പിന്നെ എന്താ പറയാ? വാവ്. നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. അതിന് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയും. പിന്നെ ഡിയർ മീ. ഓ മൈ ഗോഡ് എന്ന് പറയും അല്ലെ? ഡിയർ മീ. ഓ മൈ ഗോഡ് എന്ന് പറയും. അതിനൊക്കെ എന്താ പറയാ? ഇന്റർജെക്ഷൻ എന്ന് പറയും. അഗ് എന്ന് പറയും. അഗ്. ഓക്കെ. എക്സ്ക്ലമേഷൻ മാർക്ക്. അഗ്. ഇതിനൊക്കെ എന്താ പറയാ? ഇതിനൊക്കെ ഇന്റർജെക്ഷൻ എന്ന് പറയും. ഓക്കെ. നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം കൂടി നോക്കാം. There are 8 parts of speech. Parts of speech of 8 words of classes. 8 words of classes are there. 8 words of classes are there. Okay. ഏതൊക്കെയാ വരിക? ഫസ്റ്റ് വൺ noun. Noun എന്താ? പേര് അല്ലെ? Noun is a word used as the name of a person, place, things. Very good. Noun is a word which express that used as a place, thing. Place, സാധന അല്ലെ? Place, thing, name. Noun is a word. Noun എന്താണ്? ഒരു വാക്ക് അല്ലെ? Used to express place, സ്ഥലങ്ങൾ അല്ലെ? ട്രിവാൻഡ്രം, കൊച്ചിൻ. തിങ്സ്, സാധനങ്ങൾ അല്ലെ? ഫ്ലവേഴ്സ് അല്ലെ? എക്സാമ്പിൾ തിങ്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താ? നൗൺ. ഓക്കെ. നൗണിന്റെ എക്സാമ്പിൾ എന്താ വെച്ചേ? അക്ബർ. Akbar is a great, അല്ലെ? Akbar is a great. രാജു. സീത അല്ലെ? സീത. ഓക്കെ. സീത. പിന്നെ റീത്ത. ഓക്കെ. സീത. ഓക്കെ. പിന്നെന്താ? ട്രിവാൻഡ്രം. ഓക്കെ. ട്രിവാൻഡ്രം. എക്സാമ്പിൾ എന്താ? സ്ഥലം അല്ലെ? സ്ഥലമാണ് ട്രിവാൻഡ്രം. കൊച്ചിൻ. ഇതൊക്കെ എന്താ? പ്ലേസ് അല്ലെ? ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളാ? നൗൺ. ഓക്കെ. തിങ്സ് ഫ്ലവർ. ഓക്കെ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളാ? തിങ്സിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? ഇതൊക്കെ എന്താണ്? നൗൺ അല്ലെ? Noun is a word
used to express, used as, noun is a word used as a person, thing, and place, അല്ലെ? Person, thing, place, സ്ഥലം, വ്യക്തി, സ്ഥാപനം. അതിന് നമ്മൾ യൂസ് നാമം അല്ലെങ്കിൽ noun. ഓക്കെ, ഇനി pronoun എന്താണ്? pronoun Word used instead of a noun. വെരി ഗുഡ്. നൗണിന് പകരം യൂസ് ചെയ്യുന്നത് എന്താ പറയാ? pronoun. ഓക്കെ, എന്തൊക്കെ വരിക? he, she, അല്ലെ? he, She, there, it. ഓക്കെ, he, she, it, അതൊക്കെ എന്താ പറയാ? അത് pronoun അല്ലെ? നൗണിന് പകരം യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ചേ ശ്രീജിത്ത് ഈസ് absent because he is ill. He was ill. ശ്രീജിത്ത് ഈസ് absent. ശ്രീജിത്ത് ആബ്സെന്റ് ആണ്. എന്താണ്? ബിക്കോസ് ഹി ഈസ് ഇൽ, അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് നാമത്തിന് പകരം എന്ത്? സർവനാമം, അല്ലെ? ബിക്കോസ് ഹി ഈസ് ഇൽ. ശ്രീജിത്തിന് പകരം യൂസ് ചെയ്ത ഹി, അല്ലെ? നൗണിന് പകരം യൂസ് ചെയ്യണേ നമ്മൾ എന്താ പറയാ? pronoun. ഓക്കെ, ഇനി ഏതാ പഠിച്ചേ? verb. മൂന്നാമത്തെ Verb. Verb is to express an action or a state. ഒരു പ്രവൃത്തിയെ കാണിക്കുന്നത്. എല്ലാരും മ്യൂട്ട് ചെയ്യാം. വെർബ് എന്താ? എല്ലാവർക്കും അറിയാം, അല്ലെ? വെർബ് ഈസ് എ വേർഡ്, ഒരു വാക്ക്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ, അല്ലെ? ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ, പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. ടു എക്സ്പ്രസ് എ ആക്ഷൻ ഓർ സ്റ്റേറ്റ്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സ്ഥിതി, അല്ലെ? അതിനെ കാണിക്കണം എന്താ പറയാ? വെർബ്, അല്ലെ? വെർബ് ഈസ് എ വേർഡ് യൂസ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ്. ഓക്കെ, അതിനെന്താ പറയാ? വെർബ്. വെർബിന്റെ എക്സാമ്പിൾ ഏതാ? റോട്ട്, അല്ലെ? റോട്ട്, റീഡ്, റോട്ട്, റെഡ്. പിന്നെ ഏതാ വരിക? വാക്ക്, അല്ലെ? വാക്ക്, റിയ. പിന്നെ റൺ. ഓക്കെ, വെർബ് മൂന്നാമത്തെ, അല്ലെ? മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാ? Adjective. ഓക്കെ. ആരാ പറഞ്ഞ എന്താ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞ? റെക്കോർഡ് ക്ലാസ്സിൽ നോട്ട് കിട്ടുന്നില്ല. ആരാ പറഞ്ഞ? ഡോക്കിൽ അയച്ചു തരും കേട്ടോ. ഡോക്കിൽ നോട്ട്സ് അയച്ചു തരും. ഓക്കെ, ഡോക്കില് നോട്ട്സ്, ഈ ക്ലാസ് നോട്ട്സ് അയച്ചു തരും. ഓക്കെ. മൂന്നാമത്തെയാണ് വെർബ്. നാലാമത്തേതാ വരിക? Adjective. അല്ലെ? വെരി ഗുഡ്. ഏതാ വരിക? വിശേഷണം, അല്ലെ? അഡ്ജക്റ്റീവ്, വിശേഷണം, അല്ലെ? വിശേഷണം നമുക്കറിയാം, അല്ലെ? എന്താ പറയാ? വെർബ്. A word used to add something to a meaning of a noun. An adjective is a word used to add something to the meaning of a noun, അല്ലെ? നൗണിന്റെ കൂടെ യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്. നൗണിന്റെ കൂടെ യൂസ് ചെയ്യണം. അതിനാണ് എന്ത് പറയാ? അഡ്ജക്റ്റീവ്. ടു സംതിങ്. എക്സാമ്പിൾ, സ്മാർട്ട്, മിടുക്കി, അല്ലെ? മിടുക്കി, സ്മാർട്ട്, മിടുക്ക്. ഓക്കെ, പിന്നെന്താ പറയാ? ബ്രേവ്, അല്ലെ? ധൈര്യം. ഓക്കെ, സ്മാർട്ട്, ബ്രേവ്, അല്ലെ? മിടുക്ക്, ധൈര്യം. ഇതൊക്കെ എന്താ? നൗണിനെ വിശേഷിപ്പിക്കണ, അല്ലെ? രാജു ഈസ് എ ബ്രേവ് ബോയ്, അല്ലെ? സീത ഈസ് എ സ്മാർട്ട് ഗേൾ. എവിടെ വിശേഷണം പറയൂ? എവിടെ? സ്മാർട്ട്, സ്മാർട്ട്. അപ്പൊ എന്താ? നൗണിനെ വിശേഷിപ്പിക്കാൻ, അല്ലെ? നൗണിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യാൻ നമ്മൾ എന്താ പറയാ? അഡ്ജക്റ്റീവ്, അല്ലെ? രാജു ഈസ് എ ബ്രേവ് ബോയ്, സീത ഈസ് എ സ്മാർട്ട് ഗേൾ. അപ്പൊ എവിടെ അഡ്ജക്റ്റീവ്? ബ്രേവ്, സ്മാർട്ട്, അല്ലെ? ഓക്കെ. പിന്നെ ആഡ്വർബ്. ഓക്കെ, ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയയുടെ കൂടെ, അല്ലെ? Adverb is a word used to add something to the meaning of a verb, അല്ലെ? വെർബിന്റെ കൂടെ കുറച്ച് മീനിങ് കിട്ടാൻ യൂസ് ചെയ്യണ നമ്മൾ എന്താ പറയാ? ആഡ്വർബ്. ഫോർ എക്സാമ്പിൾ,
He worked. He worked. He worked the sum. He worked the sum quickly. Okay. He worked the sum quickly. Quickly. അപ്പൊ എന്താണ് ക്രിയയുടെ കൂടെ അല്ലെ? ക്രിയയുടെ കൂടെ യൂസ് ചെയ്യുന്നതിന് എന്താ പറയാ? ആഡ്വർബ്. ഹി വർക്ക്ഡ്. അവൻ വേഗം അവന്റെ വർക്ക് ചെയ്തു. അവൻ വേഗം അവന്റെ വർക്ക് ചെയ്തു എന്നുള്ളൊരു ആഡ്വർബ് എവിടെ? ക്വിക്ക്ലി അല്ലെ? വെർബിന്റെ കൂടെ ക്രിയയുടെ കൂടെ ഒന്നും കൂടി നമ്മൾ ചെയ്യണം സംതിങ് ടു ആഡ്. അതിനാണ് എന്താ പറയാ? ആഡ്വർബ്. ഓക്കെ, അതൊക്കെ. ഇനി ഏതാ വരിക? പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻസ് എന്താ? നൗൺസിന്റെ പ്രോനൗൺസിന്റെയും കൂടെ യൂസ് ചെയ്യണം അല്ലെ? നൗൺസിനെ പ്രോനൗൺസിന്റെ മറ്റ് നൗൺസിന്റെയും കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. സ്റ്റാൻഡ്സ് ഇൻ റിലേഷൻ ടു സംതിങ് എൽസ്. അതിനെന്താ പറയാ? പ്രിപ്പോസിഷൻ. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ടു ആഡ് സംതിങ് വിത്ത് എ noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. For example, there is a cow in the garden. There is a cow. There is a cow in the garden. Okay. That preposition in. Okay. In ആണ് preposition വരിക. അതുപോലെ the book is on the table. The book. അതായത് ഒരു മിനിറ്റ്. The book is on the table. Is on the table. Okay. Preposition എവിടെ വരിക? പറയൂ. on അല്ലെ? on the table. ബുക്ക് എന്താണ്? നൗണിന്റെ കൂടെ വരുന്ന റിലേറ്റ് ചെയ്ത് വരുന്നതിനാണ് അല്ലെ? നൗണിന്റെ കൂടെ റിലേറ്റ് ചെയ്ത് വരുന്നതിനാണ് എന്താ പറയാ? പ്രിപ്പോസിഷൻ. in on അതൊക്കെ എന്താ? പ്രിപ്പോസിഷൻ ആണ്. ഓഫ്, ഫോർ ഇതൊക്കെ എന്താ? പ്രിപ്പോസിഷൻസ്. ഓക്കെ. ഇനി അടുത്തെന്താ വരിക? കൺജങ്ഷൻ. ഏഴാമത്തെ കൺജങ്ഷൻ. ഓക്കെ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെന്റൻസ്, ടു സെന്റൻസസിനെ യോജിപ്പിക്കാൻ യൂസ് ചെയ്യണ കൺജങ്ഷൻ എന്ന് പറയണം. ഓക്കെ. ഏതൊക്കെയാ വരിക? ബിക്കോസ് അല്ലെ? ശ്രീജിത്ത് ഈസ് ഇൽ. ബിക്കോസ് ശ്രീജിത്ത് ഈസ് ആബ്സെന്റ്. ബിക്കോസ് ഹി ഈസ് ഇൽ അല്ലെ? കൺജങ്ഷൻ. ബട്ട് എന്താ? നമ്മള് കൺജങ്ഷൻ ആണ് അല്ലെ? രണ്ട് വാക്ക്. ആൻഡ് ഹരി ആർ കസിൻസ്. അതെന്താണ്? കൺജങ്ഷൻ അല്ലെ? രാജു ഈസ് എ ഫുട്ബോൾ പ്ലെയർ. രാജു ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ എന്താ? രാജു ഈസ് എ ഫുട്ബോൾ പ്ലെയർ ആൻഡ് എ ക്രിക്കറ്റ് പ്ലെയർ അല്ലെ? രണ്ട് വാക്യങ്ങൾ നമ്മൾ യോജിപ്പിച്ചു. എന്ത് വെച്ച്? ആൻഡ്. അപ്പൊ എന്താ? രണ്ട് വാക്യങ്ങളെ യൂസ് ചെയ്യാൻ ഘടിപ്പിക്കാൻ യൂസ് ചെയ്യണം നമ്മൾ എന്താ പറയാ? കൺജങ്ഷൻ. ഓക്കെ. അതപ്പോ ഏഴാമത്തെ. ഇനി എട്ടാമത്തെ എന്താ വരിക? ഇന്റർജെക്ഷൻ അല്ലെ? പാർട്സ് ഓഫ് സ്പീച്ച്. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർജെക്ഷൻ സഡൻ ഫീലിങ്സ് അല്ലെ? സഡൻ ഫീലിങ്സ്. എന്തൊക്കെയാ വരിക? ഓ മൈ ഗോഡ് അല്ലെ? ഓ മൈ ഗോഡ്. ഹെവൻസ്. ദൈവമേ. ബ്യൂട്ടിഫുൾ. ശരി, ബ്യൂട്ടിഫുൾ. ഹെവൻസ് എക്സ്ക്ലമേഷൻ മാർക്ക്. വാവ് അല്ലെ? വാവ് എന്തൊരു ഭംഗി. വാവ്. അതിനെന്താ? അതിന് ഇന്റർജെക്ഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? 8 പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ? 8 പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ ആഡ്വർബ് ഓഫ് ബ്രേവ്. ബ്രേവ് എന്നുള്ളതിന്റെ ആഡ്വർബ് ഏതാ വരിക? ബ്രേവ്. ബ്രേവ്ലി. ഓക്കെ. the adverb of the verb brave. Braveന്റെ adverb ഏതാ? bravely അല്ലെ? he worked some quickly. മിസ് പറഞ്ഞ വെർബിന്റെ കൂടെ സംതിങ് ടു എക്സ്പ്രസ്. അതിനാണ് ഒരു adverb എന്ന് പറയണേ. ഓക്കെ. ദ അഡ്ജക്റ്റീവ്. ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഏതാ? ഹാഫ് സോൾവ് ചെയ്താ ഹാഫ് അഡ്ജക്റ്റീവ്. ഹാഫ്. പിന്നെ സോൾവ് അഡ്ജക്റ്റീവ് പറയാം നിങ്ങൾ കേട്ടാ.
സോൾവ്. ഷീ, ഓക്കെ, സേഫ്. ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഏതാ പറയൂ? ഇത് സോൾവ് ചെയ്യാം, ഹാഫ് പകുതി. ഷീ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, സേഫ് സുരക്ഷിതം. ഇതിൽ ഏതാ അഡ്ജക്റ്റീവ് വിശേഷണം? ഷീ നൗൺ. ഷീ എന്ന് പറഞ്ഞാൽ നൗൺ. ഞാൻ ചോദിച്ചത് അഡ്ജക്റ്റീവ് വിശേഷണം. സേഫ്. ഓക്കെ. In which of the following sentences the word clean is used as a verb? Okay. Clean. The clean എന്നുള്ള word. In which of the following sentences the word clean, word clean is used as verb? ഞാൻ മിസ് 4 സെന്റൻസ് പറയും. അതിനകത്ത് വെർബായിട്ട് യൂസ് ചെയ്യണത് ഏത്? ഓക്കെ. ക്ലീനിങ് മസ്റ്റ് ബി പ്രാക്ടീസ്ഡ് ബൈ ഓൾ. അതിനകത്ത് വെർബ്. ഓക്കെ, വെർബ് ഏതാന്ന് പറയാം. ഓക്കെ, ക്ലീനിങ് മസ്റ്റ് ബി. ഓക്കെ, ക്ലീനിങ് മസ്റ്റ് ബി പ്രാക്ടീസ്ഡ് ബൈ ഓൾ. ക്ലീനിങ് മസ്റ്റ് ബി പ്രാക്ടീസ്. ആ ഒന്നാമത്തെ സെന്റൻസ്. ഓക്കെ. പിന്നെ ഐ നീഡ് എ ക്ലീൻ പേപ്പർ. ഐ നീഡ് എ ക്ലീൻ പേപ്പർ. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ്. ഓക്കെ. പിന്നെ വരുന്നത് she left the room clean. She left the room clean. ഇതിനകത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. ക്ലീൻ യുവർ റൂം. ക്ലീൻ യുവർ റൂം യുവർസെൽഫ്. ക്ലീൻ യുവർ റൂം ബൈ യുവർസെൽഫ്. ഇതിനകത്ത് ഏതാ ക്രിയ ആയിട്ട് ഉപയോഗിക്കണേ? അത് തന്നെ, ക്ലീൻ യുവർ റൂം അല്ലെ? ക്ലീൻ യുവർ റൂം ബൈ യുവർസെൽഫ്. ഇതാണ് ക്രിയ. ഓക്കെ. ദ വേർഡ് എലിമിനേറ്റ്. എലിമിനേറ്റ് എന്ന് പറഞ്ഞ വേർഡ്. ഓക്കെ, ദ വേർഡ് എലിമിനേറ്റ്. ഓക്കെ, അതെന്താണ് പറയൂ? എ നൗൺ, എ ജെറൻഡ്, എ വെർബ് ഓർ എ കൺജങ്ഷൻ. എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. അതെന്താണ്? നൗൺ ആണ്, വെർബാണ്, ജെറൻഡ് ആണ്, കൺജങ്ഷൻ ആണ്? എലിമിനേറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് അല്ലെ? ക്രിയ. ദ വേർഡ് എലിമിനേറ്റ് എന്താണ്? വെർബ്. ഓക്കെ. പിന്നെ ഇനി ആഡ്വർബ് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ആഡ്വർബ്. രാമ ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. ഓക്കെ, മിസ് പറഞ്ഞ ആഡ്വർബ് പറഞ്ഞാൽ എന്താ? ക്രിയയുടെ കൂടെ സംതിങ്, ക്രിയയുടെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയാ? കുറച്ച് കാര്യം കൂടി എക്സ്പ്രസ് ചെയ്യാൻ ആഡ് ചെയ്യാനാണ് ആഡ്വർബ് എന്ന് പറയാം. രാമ ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. അതിനകത്ത് ഏതാണ് ഇപ്പൊ ആഡ്വർബ്? വീക്ക്, ഫാസ്റ്റ്. വെരി ഗുഡ്. ക്രിയയുടെ കൂടെ ഫാസ്റ്റ് അല്ലെ? ഓക്കെ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയൂ. പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാ? എല്ലാവരുടെയും പറയൂ. ഓക്കെ. ഓക്കെ, സെന്റൻസ് പഠിച്ച ഓർമ്മയില്ലേ? സെന്റൻസ് ഫസ്റ്റ് ക്ലാസ് സെന്റൻസ് ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഇവിടെയൊക്കെ തന്നെയുള്ളവരാണോ? എവിടെ? ചേന്നമംഗലം, പറവൂരൊക്കെ ആണോ? എവിടെയുള്ളവരാണ് എല്ലാരും? പാലക്കാട്. ഞാൻ കണ്ണൂര്. കൊല്ലം, പെരുമ്പാവൂര്, ആലപ്പുഴ, തിരുവനന്തപുരം, അങ്കമാലി. ഓക്കെ. ഓക്കെ, കാസർഗോഡ്. കോട്ടയം അല്ലേ? കാസർഗോഡ്,
കണ്ണൂര് മിലാനൂർ ആ പത്തനംതിട്ട തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ എല്ലാ ജില്ലക്കാരും ഇതാ. ആ ആലുവ കോട്ടയം തൃശ്ശൂര് മ്യൂട്ടാക്കുക കേട്ടാ മ്യൂട്ടാക്കുക കേട്ടാ. ഓക്കെ. ഓക്കെ, അപ്പം ഇന്ന് 2 ചാപ്റ്റർ കഴിഞ്ഞപ്പോ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കണം. എന്ന് 3ാമത്തെ ചാപ്റ്ററിലേക്ക്, തേർഡ് ചാപ്റ്ററിൽ വേണ്ട മാം, നമ്മൾ വേണ്ട, അത് അടുത്ത ക്ലാസ് ആവും. ഇപ്പൊ പഠിച്ചതൊന്നും കൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. മേഡം കുറച്ച് സ്പീഡ് കുറക്കണം. നിർത്തി ഗ്രാമർ അല്ല പഠിക്കണം, ഇംഗ്ലീഷ് ആവുമ്പോൾ തലയിൽ കയറില്ല. എക്സ്പ്ലെയിൻ ക്ലോസ് ഒന്ന് പറഞ്ഞുതരാവോ ഒന്നും കൂടി? കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എടുത്ത ക്ലോസസ് മേഡം. ക്ലോസസ് അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? ക്ലോസസ് എന്താ മിസ് പറഞ്ഞേ? ക്ലോസസ് ക്ലോസ് സ്ട്രക്ചർ വെച്ചിട്ട് സെന്റൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? 4 ആക്കി ക്ലോസ് സ്ട്രക്ചർ വെച്ച് സെന്റൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് സ്ട്രക്ചർ മിസ് എന്താ പറഞ്ഞേ? ക്ലോസ് എന്ന് പറഞ്ഞാല് വെർബും ഉണ്ട് സബ്ജക്റ്റും ഉണ്ട് അല്ലെ? ക്ലോസ് കണ്ടെയ്ൻസ് വെർബ് ആൻഡ് സബ്ജക്റ്റ്. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാല് വെർബും സബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഈ ക്ലോസ് സ്ട്രക്ചർ ഘടന പ്രകാരം 4 ആക്കി സെന്റൻസസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 ആക്കി സെന്റൻസസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെയാണ് സിമ്പിൾ. ഓക്കെ, സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, സിമ്പിൾ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? A sentences that has only one main clause is called simple clause. അല്ലെ? ഒരു മെയിൻ ക്ലോസ്, ഒരു സബ്ജക്റ്റ്. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് അല്ലെ? വെർബും ഉണ്ട് സബ്ജക്റ്റ്. അതിനെ എന്താ പറയാ? ക്ലോസ് എന്ന് പറയാ. ഓക്കെ, a sentence that has only one main clause is called simple sentence. ഓക്കെ, എക്സാമ്പിൾ നോക്കാം നമുക്ക്. എന്താ വരിക? ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ. ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയാ? സിമ്പിൾ സെന്റൻസ്. ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ, വൺ മെയിൻ ക്ലോസ്. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും. ഓക്കെ, അതിന് ഒരു ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് ഉള്ളതിനാണ് എന്താ പറയാ? സിമ്പിൾ സെന്റൻസ് പറയണം. ഇനി ടു മെയിൻ ക്ലോസസ്, രണ്ട് മെയിൻ ക്ലോസ് ഉള്ളതിന് എന്താ പറയാ? കോമ്പൗണ്ട് സെന്റൻസസ്. ഓക്കെ, that a sentence that has 2 or more main clauses is called a compound sentences. Okay, I arrived. Okay, I arrived and the big dog started barking. Okay, I arrived and the big dog started barking. Okay, ഞാൻ വന്നു അപ്പോഴേക്കും പട്ടി കുരയ്ക്കാൻ തുടങ്ങി അല്ലെ? ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. ഓക്കെ, അതിനെന്താ? ഐ അറൈവ്ഡ്, 2 മെയിൻ ക്ലോസ് അല്ലെ? എന്താ? 2 മെയിൻ ക്ലോസസ്. ഞാൻ വന്നു, പട്ടി കുരയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്താ? 2 മെയിൻ ക്ലോസസ് ആർ ദർ. അതിനെന്താ പറയാ? കോമ്പൗണ്ട് സെന്റൻസസ്. ഇനി മൂന്നാമത്തെ എന്താ മിസ് പറഞ്ഞേ? കോംപ്ലക്സ് അല്ലെ? കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ a sentence that has one main clause and one or more subordinate clauses is called a complex sentence. Like one main clause, one main clause. Okay, one main clause and one or more subordinate clauses, one or more subordinate. Okay, I know the complex
sentences. Okay. അതിനെന്താ നമ്മൾ പറഞ്ഞത്? though it is not raining, അല്ലെ? മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാൾ റെയിൻകോട്ട് ധരിച്ചിരുന്നു, അല്ലെ? മഴ though it is not raining. Okay. though it is not raining. though it is not മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിലും അയാള് റെയിൻകോട്ട് ധരിച്ചിരുന്നു. അപ്പൊ ഇവിടെ എന്താ വൺ മെയിൻ ക്ലോസ്, അല്ലെ? he is wearing a raincoat. അതാണ് എന്ത്? മെയിൻ ക്ലോസ്. he is wearing അല്ലെ? he is wearing a raincoat. എന്ത്? അത് മെയിൻ ക്ലോസ്. ഓക്കെ. though it is not raining, മഴ പെയ്യും. though എന്ന് പറയുമ്പോ എന്താ? സബോർഡിനേറ്റ് ക്ലോസ്, അല്ലെ? ഓക്കെ. though it is not raining, he is wearing a raincoat. അത് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ. ഇതാ വരുന്നത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്താ? a sentence that has two main clauses and one or more subordinate clauses is called compound complex sentences. Two main clauses and one or more subordinate clause. One or more subordinate clauses. അതിനെന്താ പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. ഓക്കെ. അതിന്റെ എക്സാമ്പിൾ നോക്കാം. My brother and I went to see the film last night while my sister stayed at home and studied because she has a test coming up. My brother. Okay. My brother and I went. My brother and I went എന്ന് പറയുമ്പോൾ എന്താ? മെയിൻ ക്ലോസ്, അല്ലെ? My brother. My brother. Okay. My brother and I went to see the main clause. My sister stayed at home. My sister. Okay. My sister stayed at home. My sister again main clause. Because she has a test coming up. Because എന്തുകൊണ്ടെന്നാൽ because she has a test. എന്താ? കോമ്പൗണ്ട് സബോർഡിനേറ്റ് ക്ലോസ്, അല്ലെ? മിസ് പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസ് എന്താ? ഏതൊരു സെന്റൻസിന് മുമ്പിലാണോ കൺജങ്ഷൻ, അല്ലെ? ഏതൊരു സെന്റൻസിന് മുമ്പിലാണോ കൺജങ്ഷൻ യൂസ് ചെയ്യണേ അതിനെന്താ പറയാ? സബോർഡിനേറ്റ്, അല്ലെ? സബോർഡിനേറ്റ് ക്ലോസ്, അല്ലെ? അപ്പൊ because she has a test coming up. ഓക്കെ. അപ്പൊ എന്താ പറയാ? അതിനെയാണ് എന്താ പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ് sentences. Compound complex sentences. Okay. Close structure sentences. Okay. അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കി? മൊത്തം രണ്ട് ക്ലാസ്സിലും കൂടി സെന്റൻസ്, അല്ലെ? സെന്റൻസ് എന്താ നോക്കി? ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ടാ? ഏതാ? കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ മിസ് പറഞ്ഞ എക്സാമ്പിളിൽ തോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഹി ഈസ് വിയറിംഗ് എ റെയിൻ കോട്ട് എന്ന് പറയുമ്പോ അവിടെ എവിടെയാ രണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ഉള്ളത്? വൺ ഓർ മോർ. എന്താ പറയാ? ഒന്നില്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ ഒന്നിലധികം, അല്ലേ? അല്ല മിസ് പറഞ്ഞേ ഒന്നും ഒന്നിലധികവും. ഒന്നിനും കുഴപ്പമില്ല. കോംപ്ലക്സ് സെന്റൻസ് a sentence that has one main clause and one or more subordinate clauses is called complex. ഒന്നോ ഒന്നിലധികമോ. ഓക്കെ. he is wearing a raincoat എന്ന് പറയുമ്പോ സബ്ജക്ട് ഹീയും വെർബ് വിയറിംഗ് എ റെയിൻകോട്ടും ആ? അത് തന്നെ. അതെ. ധരിക്കുന്നു, അല്ലെ? ധരിക്കുകയാണ് ക്രിയ. ഓക്കെ. സബ്ജക്ട് ഹി. ഓക്കെ. വിയറിംഗ് എന്താ? വെർബ്, അല്ലെ? ധരിക്കുക. അപ്പൊ അത് മെയിൻ ക്ലോസ്. ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. പിന്നെ സബോർഡിനേറ്റ് ക്ലോസ് എന്താ പറഞ്ഞേ? ഏതൊരു വാക്യത്തിന്റെ മുമ്പില്, ഏതൊരു വാക്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൺജങ്ഷൻ ഉണ്ടോ അതിനെ നമ്മൾ എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ് പറയും. ഓക്കെ. സോ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഹി ഈസ് വിയറിംഗ് എ റെയിൻകോട്ട്. എന്താണ് അത്? കോംപ്ലക്സ് സെന്റൻസ്. വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. ഓക്കെ. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? സെന്റൻസ്, അല്ലെ? സെന്റൻസ് എന്താ? സെന്റൻസ് സെന്റൻസ് ഈസ്
A set of words. ഒരു കൂട്ടം വാക്കുകൾ അല്ലെ? A sentence is a set of words which is complete in itself. അല്ലെ? മ്യൂട്ട് ആക്കുക. തോയ്ബ മസ്ദ. Okay. A sentence or എന്താ? A sentence is a set of words which is complete in itself. അല്ലെ? ഒരു കൂട്ടം വാക്കുകൾ which is complete. ഒരു പദസമൂഹം പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ ഒരു വാക്ക് ഒരു കൂട്ടം വാക്കുകൾ പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയാ? സെന്റൻസ്. A sentence is a set of words which is complete in itself. അല്ലെ? John has gone to London. അല്ലെങ്കിൽ John went to London. ഓക്കെ, അതൊക്കെ എന്താണ്? സെന്റൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ എന്താ വരിക? സെന്റൻസ് രണ്ട് തരത്തിലുണ്ട് അല്ലെ? സെന്റൻസ് ആർ ഓഫ് ടു ടൈപ്പ്. അല്ല, സെന്റൻസ് കണ്ടെയ്ൻസ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങളുണ്ട്. സെന്റൻസ് കണ്ടെയ്ൻസ് ടു പാർട്സ്. ഏതൊക്കെയാ? സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. എവരി സെന്റൻസ്, എല്ലാ സെന്റൻസും രണ്ട് ഭാഗമുണ്ട്. എന്താണ്? പ്രെഡിക്കേറ്റ് ആൻഡ് സബ്ജക്ട്. സബ്ജക്ട് എന്താ മിസ് പറഞ്ഞേ? എ സബ്ജക്ട് ടെൽസ്. എ സബ്ജക്ട് ആരെ പറ്റി പറയുന്നു? സബ്ജക്ട് ആരെ പറ്റി പറയുന്നു? അതിനാണ് എന്ത് പറയുന്നത്? എന്തിനെ പറ്റി പറയുന്നു? അതിന് സബ്ജക്ട് എന്ന് പറയുന്നു. എ സബ്ജക്ട് ഈസ് എ പേഴ്സൺ. എന്താ പറഞ്ഞ? എ സെന്റൻസ് വിച്ച് ഒരു മിനിറ്റ്. എ സബ്ജക്ട് ഈസ് എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് ഡൂയിങ് ആൻ ആക്ഷൻ. എ സബ്ജക്ട് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് ഡൂയിങ് ആൻ ആക്ഷൻ. അതിന് എന്ത് പറയാ? സബ്ജക്ട് എന്ന് പറയാം. പ്രെഡിക്കേറ്റ് എന്താ? The part which tells something about the subject is called the predicate. Okay, അത് okay. The boy ate the apple. അതിനകത്ത് എവിടെ സബ്ജക്ട്? The boy സബ്ജക്ട് അല്ലെ? ate the apple എന്താ? predicate. ഓക്കെ, പിന്നെന്താ? കൈൻഡ്സ് ഓഫ് സെന്റൻസസ് പഠിച്ചു അല്ലെ? 4 സെന്റൻസസ്. അസർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. പിന്നെ ഏതാ പഠിച്ചേ? ക്ലോസ് സ്ട്രക്ചർ പ്രകാരം സെന്റൻസിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ വരിക? സിമ്പിൾ സെന്റൻസസ്, കോമ്പൗണ്ട് സെന്റൻസസ്, കോംപ്ലക്സ് സെന്റൻസസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. ഇന്ന് പഠിച്ച എന്താ? പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക് സെന്റൻസ് അതൊക്കെ. രണ്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താ? There are 8 words of classes അല്ലെ? 8 തരം പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? നൗൺ, നാമം അല്ലെ? Noun. Noun is a word. Noun is a word used to denote a person, thing or a place. അല്ലെ? Name, place, thing. Person, name അല്ലെ? Name, person, place or a thing അല്ലെ? Noun എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിള്? രാജു, രാമു, സീത, അക്ബർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ് കേട്ടോ. വെയിറ്റ്. ഓക്കെ. പാർട്സ് ഓഫ് സ്പീച്ച്. 8 പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ? 8 വേർഡ്സ് ഓഫ് ക്ലാസസ് or 8 parts of speech is there. First one is noun. എന്തൊക്കെയാ? നെയിം, പ്ലേസ്, തിങ് അല്ലെ? എന്തൊക്കെയാ പറയണേ? ഒരു രാജു ഈസ് എ നൗൺ അല്ലെ? സീത ഈസ് എ നൗൺ. ട്രിവാൻഡ്രം ഈസ് നൗൺ അല്ലെ? പേഴ്സൺ, പ്ലേസ്, തിങ് അല്ലെ? അപ്പൊ തിങ്സ് ഫ്ലവർ, ബുക്ക്, എക്സാമ്പിൾ നൗൺ. ഇനി അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. ഇതിനകത്ത് ഏതാണ് നൗൺ? അക്ബർ അല്ലെ? ഓക്കെ. ഓക്കെ, ഇനി എന്താ? പ്രോനൗൺ. പ്രോനൗൺ എന്താ പഠിച്ചേ? പ്രോനൗൺ ഇസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ? നാമം, സർവനാമം അല്ലെ? എന്തിനാ? നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യണത് എന്താ പറയാ? പ്രോനൗൺ. എക്സാമ്പിൾ ഏതാ? രാജു, ഹി അല്ലെ? സീത, ഷീ. ബുക്ക്, ഇറ്റ് അല്ലെ? ഫ്ലവർ, ഇറ്റ്. നാമത്തിന് പകരം യൂസ് ചെയ്യണതിന് നമ്മൾ എന്ത് പറയും? പ്രോനൗൺ അല്ലെ? നൗണിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. The word used instead of a noun is called a pronoun. Raju is a good boy. അപ്പൊ നമ്മളത് he is a good boy. രാജു. അപ്പൊ രാജുവിന് പകരം നമ്മൾ യൂസ് he.
അതിനെന്താ പറയാ? pronoun. സീത, she. ബുക്കിന് ഇറ്റ് അല്ലെ? അത്. ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്. അതിനെന്താ? ഇറ്റ് എന്താണ്? pronoun. ഓക്കെ. ഫ്ലവർ, ഇറ്റ് ഈസ് എ ഗുഡ് ഫ്ലവർ. അപ്പൊ ഇറ്റ് എന്താ വരിക? pronoun. he എന്താ? he pronoun. she എന്താ? pronoun. ഓക്കെ. ഷൈനി മ്യൂട്ടാക്ക. ഷൈനി. ഓക്കെ. ഇനി അടുത്തെന്താ? പാർട്സ് ഓഫ് സ്പീച്ച്. നൗണും കഴിഞ്ഞു, പ്രോനൗണും കഴിഞ്ഞു. ഇനി ഏതാ? വെർബ് ക്രിയ അല്ലെ? A verb is a word used to express an action or a state. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് എന്താ പറയാ? വെർബ് എന്ന് പറയാം. A verb is a word used to express an action or state. ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി. എക്സാമ്പിൾ ഏതൊക്കെയാ വരിക? ക്രിയക്ക് എക്സാമ്പിൾ ഒരു വാക്ക് അല്ലെ? റൺ. വാക്ക്, റണ്ണ്, റൈറ്റ് അല്ലെ? റീഡ് അല്ലെ? ഇതൊക്കെ എന്താ? ക്രിയക്ക് എക്സാമ്പിൾ. ഓക്കെ. ഇനി the girl wrote a letter to her cousin. ഇതിനകത്ത് വെർബ് എവിടെ? Where is the verb? Girl, പെൺകുട്ടി ഒരു എഴുത്ത് എഴുതി. മൻഹ മ്യൂട്ട് ചെയ്യാം. The girl, പെൺകുട്ടി കസിന് എഴുത്തെഴുതി. ഇതിനകത്ത് വെർബ് എവിടെ? wrote അല്ലെ? ഓക്കെ. ഇന്നെന്താ നാലാമത്തെ? നൗൺ പഠിച്ചു, പ്രോനൗൺ പഠിച്ചു, പിന്നെ ഏതാ? ഓക്കെ. വെർബ് പഠിച്ചു. നാലാമത്തെ ഏതാ? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഏതാ? വിശേഷണം അല്ലെ? രാജു ഈസ് എ ബ്രേവ് ബോയ്. രാജു ഒരു ധൈര്യമുള്ള കുട്ടിയാണ് അല്ലെ? വിശേഷണം ഏതാ വരിക? അല്ലെ? നൗണിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതിന് എന്താ പറയാ? അഡ്ജക്റ്റീവ്. സീത ഈസ് എ സ്മാർട്ട് ഗേൾ. സീത ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ്. വിശേഷണം എവിടെ? പറയൂ. ബ്രേവ് ആൻഡ് സ്മാർട്ട് അല്ലെ? അഡ്ജക്റ്റീവ് എന്താ മിസ് പറഞ്ഞേ? വിശേഷണം അല്ലെ? ബ്യൂട്ടിഫുൾ ഗാർഡൻ. നല്ല ഭംഗിയുള്ള ഗാർഡൻ. എന്താണ്? പൂന്തോട്ടത്തിനെ വിശേഷിപ്പിക്കുന്നു അല്ലെ? പൂന്തോട്ടത്തിനെ വിശേഷിപ്പിക്കുന്നു. അതിനെന്താ പറയാ? അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ അപ്പൊ എന്താ? പറയൂ. ബ്യൂട്ടിഫുൾ എന്താ? അഡ്ജക്റ്റീവ് അല്ലെ? ഓക്കെ. വെരി ഗുഡ്. ആൻഡ് adverb എന്താ? Adverb is a word used to add something to the verb. Meaning വെർബിന്റെ ക്രിയയുടെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യണം. എന്തെങ്കിലും മീനിങ് കൂടി ആഡ് ചെയ്യണതിനാണ് എന്ത് പറയാ? adverb. ഈ verb the sum quickly. അവൻ ആ കണക്ക്, ആ സം വേഗം ചെയ്തു അല്ലെ? വേഗം, ക്വിക്ലി. അതെന്താണ്? adverb. ഓക്കെ. ക്വിക്ലി എന്താ? adverb. പ്രിപ്പോസിഷൻസ് എന്താ? നൗണിന്റെ കൂടെ യൂസ് ചെയ്യണം. ആണ് എന്ത്? റിലേറ്റീവ് ടു എക്സ്പ്രസ് സംതിങ് എൽസ്, ഡിനോട്ട് ചെയ്യാനായിട്ട്. അതിനാണ് എന്ത് പറയാ? പ്രിപ്പോസിഷൻ. there is a cow. എവിടെ? ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ പശു ഉണ്ട്. അല്ലെ? there is a cow in the garden. മറ്റതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഈ നൗണിനെ വേറെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് പറയണം. ഡിനോട്ട് ചെയ്യണതിനാണ് എന്ത് പറയാ? പ്രിപ്പോസിഷൻ. there is a cow in the garden. there is a book on the table. മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ട്. on അതെന്താണ്? പ്രിപ്പോസിഷൻ. ഓഫ്, ഫോർ അതൊക്കെ എന്താ? പ്രിപ്പോസിഷൻസ്. ഓക്കെ. ഇനി കൺജങ്ഷൻ എന്താ? കൺജങ്ഷൻ is a word used to join two sentences. കൺജങ്ഷൻ എന്താ? കൺജങ്ഷൻ is a word used to join words or sentences. The words used to join രണ്ട് വാക്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന എന്താ പറയാ? കൺജങ്ഷൻ. എക്സാമ്പിൾ എന്താ? രാമ ആൻഡ് ഹരി ആർ കസിൻസ്. രാമ ആൻഡ് ഹരി ആർ കസിൻസ്. രാമനും ഹരിയും കസിൻസ് ആണ്. അപ്പൊ അത് യോജിപ്പിക്കാൻ നമ്മൾ ഏതാ യൂസ് ചെയ്തേ? ആൻഡ് അല്ലെ? അപ്പൊ അതെന്താണ്? കൺജങ്ഷൻ. ഓക്കെ. ഇനി ഇന്റർജെക്ഷൻ, എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. ഏതാ? ഇന്റർജെക്ഷൻ. എന്താ വരിക? An interjection is a word which expresses some sudden feeling. Okay, എന്താ? Oh my God, എന്റെ ദൈവമേ. Heavens, ദൈവമേ. Wow, beautiful garden. Dear me, ഇതൊക്കെ ഏതാ വരിക? ഇന്റർജെക്ഷൻ. ഓക്കെ.
അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് തറായോ എല്ലാവർക്കും? ഓക്കെ, തറായോ പാർട്സ് ഓഫ് സ്പീച്ച്? ഏതൊക്കെ? നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, ആഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, ഇന്റർജെക്ഷൻ, അല്ലേ? ഓക്കെ, കൺജങ്ഷൻ. ഓക്കെ, 8 ഓക്കെ ഓക്കെ, തറായോ? സെന്റൻസ് ഫസ്റ്റ് ക്ലാസ് സെന്റൻസ് ഓക്കെ ആണ്. സെക്കൻഡ് ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നോട്ട്സ് അയച്ചു തരും കേട്ടോ. ഡോക്കിൽ നോട്ട്സ് അയച്ചു തരും. 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, അതും ചെയ്തു നോക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഇതിനകത്തേക്ക് അയക്കുക, നോക്കുക, ഗൂഗിളിൽ നോക്കുക കേട്ടാ. ഗൂഗിളിലെ എക്സാമ്പിളുകൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്യാം. 5 ക്വസ്റ്റ്യൻസ്. മിസ്സേ, നമുക്ക് 100 മാർക്കിന് എക്സാം ഉണ്ടോ ഇതിന്റെ ഇംഗ്ലീഷിന്റെ? 100 മാർക്കിനാണ് ഗ്രാമർ ഉണ്ടാവും പറഞ്ഞേക്കണേ. പരീക്ഷയെ 100 മാർക്കിന്റെ ഗ്രാമർ ഉണ്ടാവും എന്നാ പറഞ്ഞേക്കണേ. ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമുണ്ടാകും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോട്ട്സ് അയച്ചു തരാം. മിസ് അയച്ച് ടെക്നിക്കലി നിന്ന് അയച്ചു തരും. മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. മാമിന്റെ പേരെന്ന് പറയാവോ? എന്റെ പേര് അർച്ചന, അർച്ചന അരവിന്ദ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നമ്മുടെ ക്ലാസ് തീരാറായിട്ടുണ്ട്. ഓക്കെ, Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ. താങ്ക് യു മാം. ഇന്ന് പഠിപ്പിച്ചതിന്റെ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ? ക്വസ്റ്റ്യൻസ് തരും കേട്ടാ. 5 മോക്ക് ടെസ്റ്റ്, 5 ക്വസ്റ്റ്യൻസേ അയച്ചു തരും കേട്ടോ. പിന്നെ അത് കൂടാതെ ഡോക്കിൽ അയച്ചു തരും കേട്ടാ നോട്ട്സ്. ഗൂഗിളിൽ നോക്കുക കേട്ടാ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിൽ നോക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടാ. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കേട്ടോ. കുറെ ധാരാളം എക്സാമ്പിൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കൂടാതെ ഡൗട്ട് വന്നാല് ഗൂഗിൾ എടുക്കുക, എക്സാമ്പിൾസ് നോക്കുക കേട്ടാ. ഒത്തിരി എക്സാമ്പിൾസ് നോക്കുക. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അത് പറയുക കേട്ടോ. അത് നിഷാ മിസ്സിനോട് ചോദിക്കുക കേട്ടാ. നിഷാ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. പറഞ്ഞു തരും, അത് പറഞ്ഞു തരും കേട്ടാ. ക്ലാസ്സിൽ നമ്മൾ ഇത് മാത്രം കേട്ടാ, ടോപ്പിക്സ് മാത്രം. എക്സാമിന്റെ കാര്യമൊക്കെ ഇവര് അറിയിക്കും കേട്ടോ, ടെക്നിക്കലി എന്നൊക്കെ അറിയിക്കും. ക്ലാസ് നമ്മൾ ഇത് മാത്രം പറഞ്ഞേക്കണേ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ സമയമായിട്ടുണ്ട്, വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടാ മിസ്. ഓക്കെ. അതെ, ഈ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ഈ നോട്ട് അതിലാണ് വരുന്നത്. അത് വേറെ ആപ്പ് വല്ലതും ഡൗൺലോഡ് ചെയ്യണോ? എന്നാലേ വരത്തുള്ളൂ. ഒന്ന് പറയാമോ? ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടേ ഒരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾക്ക് നമ്മുടെ ഈ ക്ലാസിന്റെ ഗ്രൂപ്പിൽ ഒരു കോഡ് അയച്ചു തന്നിട്ടുണ്ട്. ആ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക.
എന്നിട്ട് അതിൽ നമ്മളുടെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളും കിടക്കുന്നുണ്ടാവും, എല്ലാ നോട്ട്സും ഉണ്ടാവും, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.